നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ വളർന്ന പാർട്ടി വേറെയാണ് എന്ന് അർജുൻ ആങ്കി ഒരു വശത്ത് പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഓരോ നേതാക്കളും, പ്രത്യേകിച്ച് CPM-ന്റെ മുതിർന്ന നേതാക്കളെല്ലാം അർജുൻ ആങ്കിയെ തള്ളി പറയുന്ന അല്ലെങ്കിൽ കൈവിടുന്ന പ്രതികരണമാണ് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പാർട്ടിക്ക് അർജുൻ ആങ്കിയുടെ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വമോ ഇല്ല എന്ന രീതിയിലായിരുന്നു എല്ലാ നേതാക്കളും കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. പിന്നാലെ അർജുൻ ആങ്കി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നേതാക്കൾക്ക് മറുപടിയുമായി രംഗത്ത് വന്നിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരമാണ്: മറ്റെല്ലാവർക്കും തിരുത്താനും നവീകരിക്കാനും തിരിച്ചു വരാനുമുള്ള അവസരങ്ങളുണ്ട്. അർജുൻ ആങ്കി ശത്രുക്കളെക്കാൾ വലിയ ശത്രുവാണെന്ന പോലെ എന്നെ വെടിവെച്ച് കൊന്നാൽ സന്തോഷമേ ഉള്ളൂ, അത് താൻ ആഗ്രഹിക്കുന്നു എന്ന തരത്തിലുള്ള പ്രതികരണം നടത്തിയ MV ജയരാജൻ സഖാവിനോടാണ്. എനിക്ക് അയിത്തം കൽപ്പിക്കുന്നതിന് മുൻപ്, തള്ളിപ്പറയുന്നതിന് മുൻപ് ഞാൻ ഈ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു. 5 കിലോമീറ്റർ അപ്പുറത്തൊരു സഖാവിന് കുത്തേൽക്കുമ്പോൾ രക്തം തിളച്ച് തിരിച്ചടിക്കാൻ വേണ്ടി സ്വന്തം ജീവനും ജീവിതവും മറന്ന് തിരിച്ചടിച്ചതിന്റെ ഭാഗമായി ജയിലിൽ കിടന്നിട്ടുമുണ്ട്. ഈ പാർട്ടിയുടെ പ്രതിസന്ധികളിലെല്ലാം പേനയൊന്തിയതിനും പ്രതികരിച്ചതിനും കൊണ്ടൊക്കെ കൂടിയാണ് ഞാൻ കള്ളക്കേസിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടത്. മയ്യിലൊരു സഖാക്കളെ ആക്രമിച്ചിരുന്ന കോൺഗ്രസ് ക്രിമിനലിന് പോലീസിന്റെ അടികിട്ടിയപ്പോൾ അയാളെ വീട്ടിൽ പോയി കണ്ട് ആശ്വസിപ്പിച്ചതിന്റെ 1% പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പിന്തുണ വേണ്ട, പിന്നിൽ നിന്ന് കുത്തരുത് എന്നായിരുന്നു അർജുൻ ആങ്കി ഇത്തരത്തിൽ തന്നെ കൈവിട്ട പ്രത്യേകിച്ച് MV ജയരാജൻ അടക്കമുള്ള നേതാക്കൾക്ക് മറുപടിയുമായി വന്നത്. ഈ കള്ളക്കേസ്, താൻ അകപ്പെട്ടിരിക്കുന്ന പല കേസുകളും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്റെ ഭാഗമായി ഉണ്ടായതാണ് എന്നാണ് അർജുൻ ആങ്കി പറഞ്ഞു വയ്ക്കുന്നത്. പിന്തുണച്ചില്ലെങ്കിലും പിന്നിൽ നിന്ന് കുത്തരുതെന്നും സഖാക്കൾക്ക് അർജുൻ ആങ്കി അവരോട് പറയുകയാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. കഴിഞ്ഞ ദിവസമായിരുന്നു MV ജയരാജൻ, EP ജയരാജൻ, MP ഗോവിന്ദൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കമുള്ളവർ അർജുൻ ആങ്കിയുടെ കാര്യത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നത്. MV ജയരാജൻ പ്രതികരിച്ചത് ഇപ്രകാരമാണ്: അർജുൻ ആങ്കിയെ തൂഫാൻ പോലെ തൂക്കണമെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പ്രതികരിച്ചത്. കേസുകളിൽ പ്രതിയായ ഒരാൾ പോലീസിനെ വെല്ലുവിളിച്ച് നടക്കുന്നത് ആശ്ചര്യകരമാണെന്നും അർജുൻ ആങ്കി പിടികൂടാനുള്ള കരുത്ത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കാണിക്കണമെന്നുമായിരുന്നു MV ജയരാജന്റെ മറുപടി. അർജുൻ ആങ്കിയെ തൂഫാൻ പോലെ തൂക്കണം, തൂക്കി കൊല്ലുകയല്ല പിടിക്കുകയാണ് വേണ്ടത്. അതിനുള്ള കരുത്ത് ആഭ്യന്തരമന്ത്രി കാണിക്കണം. പോലീസിനെ ഉപയോഗിച്ച് ആങ്കി എവിടെയാണോ ഉള്ളത് അവിടെ പോയി പിടിക്കണം. കേസുകളിൽ പ്രതിയായ ഒരാൾ പോലീസിനെ വെല്ലുവിളിച്ച് നടക്കുന്നത് ആശ്ചര്യകരമാണ്. കൊട്ടേഷൻ സംഘത്തിന്റെ ഒരു പിന്തുണയും പാർട്ടിക്ക് ആവശ്യമില്ല. ആങ്കിയെ പിന്തുണയ്ക്കാൻ ആരെങ്കിലും തയ്യാറാകുന്നുണ്ടെങ്കിൽ അവർ കൊട്ടേഷൻ സംഘങ്ങളെയാണ് പിന്തുണയ്ക്കുന്നതെന്ന് കരുതണം. വളർന്നു വന്ന പാർട്ടി എന്ന് ആങ്കി പറഞ്ഞത് കൊട്ടേഷൻ പാർട്ടിയെക്കുറിച്ചാണെന്നും ആങ്കിയെ തേച്ചൊട്ടിച്ച ഒരു പാർട്ടിയെക്കുറിച്ച് അങ്ങനെ പറയാൻ ഇടയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം അർജുൻ ആങ്കിയെ ക്രിമിനലാക്കിയത് P ജയരാജനാണെന്നായിരുന്നു DYFI മുൻ നേതാവ് മനു തോമസ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിച്ചത്. നേതാവിന്റെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ഇവരെ കൂടെ കൂട്ടി ഈ ടീംസിനെ ജില്ലാ ആസ്ഥാനത്ത് താമസിപ്പിച്ച് ചിലർക്ക് എസ്കോർട്ട് വിടുക, ഇവരുടെ സ്വകാര്യ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതൊക്കെയായിരുന്നു പണി. ഈ കാലത്ത് ഈ നേതാവിനെ ശാസിക്കാനോ തിരുത്താനോ ആരും പാർട്ടിയിൽ ഉണ്ടായില്ല. പിന്നീട് സാക്ഷാൽ പിണറായി വാളുമായി ഇറങ്ങിയപ്പോഴാണ് പല മറ്റ് നേതാക്കൾക്കും തലയ്ക്ക് വെളിച്ചം വീണത്. ഈ നേതാവിനും അദ്ദേഹത്തിന്റെ ചുരുക്കം ചില ശിഷ്യന്മാർക്കും ഇവരെ കൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട് എന്നായിരുന്നു മനു തോമസിന്റെ വിമർശനം. ഈ വെട്ടുക്കിളിക്കൂട്ടം ഇപ്പോൾ പറയുന്നത് ഈ നേതാവിനെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ എന്നാണ്. സൈബർ ലോകത്തെ ഈ വിലാപമാണ് അദ്ദേഹത്തിനുള്ള ഗുരുദക്ഷിണ, അത് അയാൾ ആസ്വദിക്കുന്നുണ്ടെന്നും മനു തോമസ് വിമർശിക്കുകയുണ്ടായി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അർജുൻ ആങ്കിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിൽ തനിക്ക് എതിർപ്പില്ല എന്നായിരുന്നു പിണറായി വിജയന്റെ പ്രതികരണം. അർജുൻ ആങ്കിക്കെതിരെ നടപടി എടുത്തോട്ടെ, അദ്ദേഹത്തെ ന്യായീകരിക്കേണ്ട ചുമതല തനിക്കില്ല. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് അദ്ദേഹം ഇത്തരത്തിൽ കണ്ണൂരിൽ മറുപടി നൽകിയത്. അർജുൻ ആങ്കിക്കായി പോലീസ് അന്വേഷണം ശക്തമാക്കിയ സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. EP ജയരാജനും അർജുൻ ആങ്കിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. രാഷ്ട്രീയത്തെ സൈബർ ലോകത്തെ ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ക്രിമിനൽ കേസുകളിലെ പ്രതിയായ അർജുൻ ആങ്കിയെ തൂക്കണമെന്നും അതിനായി ആഭ്യന്തരമന്ത്രി ശക്തമായ കരുത്ത് കാണിക്കണമെന്നുമായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത്. കണ്ണൂരിൽ വെച്ചുണ്ടായ ഈ വെളിപ്പെടുത്തലുകൾ നിലവിൽ രാഷ്ട്രീയ കേരളത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകളായി. കൊട്ടേഷൻ സംഘങ്ങളുടെ ഒരു പിന്തുണയും CPM-നോ ഇടതുപക്ഷത്തിനോ ആവശ്യമില്ല എന്നും EP ജയരാജൻ പറഞ്ഞു. സാമൂഹിക മാധ്യമങ്ങൾ വഴി ഇവർ പാർട്ടിക്ക് വേണ്ടി ആശയ പ്രചാരണം നടത്തേണ്ടതില്ല. എന്തായാലും EP ജയരാജന്റെ നിലപാടാണ് അർജുൻ ആങ്കിയെ ചൊടിപ്പിച്ചത്. എന്തായാലും അദ്ദേഹത്തിന് ഒരു മറുപടിയുമായി രംഗത്ത് വന്നിരുന്നു. കഴിഞ്ഞ ദിവസം MV ഗോവിന്ദനും
അർജുൻ ആയങ്കിക്കെതിരെ രംഗത്തെത്തിയിരുന്നു. അർജുൻ ആയങ്കി CPM-മായി ഒരു ബന്ധവും ഇല്ല എന്നായിരുന്നു MP ഗോവിന്ദന്റെ പ്രതികരണം. ഞങ്ങൾക്ക് എന്ത് ബന്ധമാണ് ആയങ്കിയുമായി? ഞങ്ങളുമായി യാതൊരു ബന്ധവുമില്ല, അത് മുന്നേ പറഞ്ഞതാണെന്നും MP ഗോവിന്ദൻ പറഞ്ഞു. മാത്രമല്ല P ജയരാജനെ അനുകൂലിച്ച് അർജുൻ ആയങ്കി നേരത്തെ, അതായത് മെയ് മാസത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിൽ റെയ്ഡിനെത്തിയപ്പോൾ അവിടെ പാർട്ടി പ്രവർത്തകർ തടിച്ചുകൂടിയിരുന്നു. അതിനിടയിൽ P ജയരാജനും ഉണ്ടായിരുന്നു. ആ ഫോട്ടോ, P ജയരാജൻ അവിടെ ഇരിക്കുന്ന ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടായിരുന്നു അർജുൻ ആയങ്കി ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചത്. ആ പോസ്റ്റ് ഇപ്രകാരമാണ്: പാർട്ടിക്ക് വേണ്ടി നിസ്വാർത്ഥം പൊരുതുന്ന ഏതൊരു സഖാവിൻ്റെയും ഹൃദയം തൊട്ടറിയുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു. പാർട്ടിക്കും സഖാക്കൾക്ക് നേരെയുള്ള അക്രമങ്ങളെ ഉയരുകൊടുത്ത് പ്രതിരോധിക്കാൻ സഖാക്കൾക്ക് ആവേശവും ഊർജവും ധൈര്യവും നൽകിയിരുന്ന നേതാവ്. മാധ്യമ വിചാരണയെ മുഖവിലക്കെടുത്തും ചിലരുടെ ഈഗോയുടെയും പക്ഷപാതത്തിന്റെയും ഭാഗമായി മാറ്റി നിർത്തപ്പെട്ട ഒരു നേതാവ്. അവഗണിക്കപ്പെട്ടിട്ടും പരാതികളില്ലാതെ പാർട്ടിക്ക് വേണ്ടി ഓടി നടക്കുന്ന പ്രതിസന്ധി ഘട്ടങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത് ഇന്നും ജനമനസ്സിൽ കസേരയിട്ടിരിക്കുന്ന നേതാവ്. പെട്ടിതൂക്കികളും ഏറാമൂളികളും കൈയടക്കിയ പാർട്ടി സെക്രട്ടറി കസേരയിലേക്ക് അയാളെ തിരികെ കൊണ്ടുവരാനുള്ള ധൈര്യവും ആർജവും ഇനിയെങ്കിലും ഉണ്ടാകട്ടെ, അപ്പുറം പാക്കലാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് അർജുൻ ആയങ്കി പങ്കുവച്ചത്. എന്തായാലും P ജയരാജനാണ് അർജുൻ ആയങ്കിയെ പോലെ ഒരു വ്യക്തിയെ ഇത്തരത്തിൽ വളർത്തിയതെന്ന രീതിയിലുള്ള ഒരു വിമർശനം പാർട്ടിക്കുള്ളിൽ നിന്നൊരു DYFI നേതാവ് തന്നെ നടത്തുന്നു. അതിനു മുന്നേ P ജയരാജനെ അനുകൂലിച്ച് അർജുൻ ആയങ്കി പങ്കുവച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ്. മറ്റു മുതിർന്ന നേതാക്കളെല്ലാം അർജുൻ ആയങ്കിയെ കൈവിടുന്ന സാഹചര്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.